1, 2, 3 ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമുക്ക് 1 lakh സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. 1 lakh സബ്സ്ക്രൈബർ ആയതിന്റെ ഒരു സമ്മാനം യൂട്യൂബ് അയച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ. നീ എത്ര 100K അല്ലടാ? 1 lakh പിന്നെന്തരാണ് 1 lakh 100K. എന്തായാലും നമുക്ക് സാധനം കിട്ടി. ഇത് നമുക്ക് ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് കിട്ടിയിട്ടുണ്ട് അപ്ലൈ ചെയ്തിട്ട്. പക്ഷെ നമ്മള് സ്ഥലത്തില്ലായിരുന്നു. നമ്മള് ചെറിയൊരു യാത്രയിലൊക്കെ ആയിരുന്നു. അതിന്റെ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് കൊള്ളാമെങ്കിൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതൊരു ട്രാവൽ ബ്ലോഗാണ്. ട്രാവൽ ബ്ലോഗ് ചെയ്യുന്ന എല്ലാരെയും നമിച്ചുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതെന്തായാലും നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. പൊട്ടിച്ചിട്ടില്ല. ഇത് നമ്മൾ കേക്ക് മുറിച്ച കത്തിയാണ്. കേക്ക് മുറിക്കുന്ന വീഡിയോ ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തും. ഓക്കെ, പൊട്ടിക്കിട്ടെ. ഓക്കെ, തുറക്കാൻ പോവാണ്. ആദ്യം കടിയ ഒരു മാറ്റിട്ടെ. കാർഡൊക്കെ ഉണ്ട്. കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇതെവിടെ ലെറ്ററാണ്. ഇത് ഇതിനു മുമ്പ് ആരെങ്കിലും കണ്ടിട്ടില്ല. നമ്മളതിലാണ് ആദ്യമായിട്ട് കാണുന്നത്. എടുക്കട്ടെ. മുഖം കാണാൻ കേട്ട കണ്ണാടി ക്ലിയർ. ആഹാ, നല്ല ക്ലിയർ കണ്ണാടി. സാധനം കൊള്ളാം. കുറച്ചുകൂടെ വലിപ്പം സാധനം ഇത്രയേ ഉള്ളൂ കേട്ടോ. ജുമാൻജീസ് presented to Jumanjis for passing 1 lakh subscribers. അവിടെ തപ്പി. അല്ല, 100K എന്നല്ല, 1 lakh ആണല്ലോ. ഈ 1 lakhൽ ഒരാൾ നിങ്ങളാണ്. 1 lakh. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മളെ ഇതേപോലെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ആരെയും പേരറിഞ്ഞുകൂടെങ്കിൽ എല്ലാവരെയും മെയിൽ ID വെച്ചിട്ടാണ് നമ്മൾ കുറെ പേരൊക്കെ തിരിച്ചറിയണത്. സ്ഥിരം കമന്റ് ഒക്കെ ചെയ്യൂലേ, ആരെയും നേരത്തെ കണ്ടിട്ടില്ല, മുഖം അറിയില്ല, അല്ലേ? അങ്ങനെ കുറെ പേരൊക്കെ സബ്സ്ക്രൈബേഴ്സ് കുറെ പേര് കമന്റ് ചെയ്യാറുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നീ നേരത്തെ പറഞ്ഞത് പറ, നമ്മൾ ആദ്യമായിട്ട് കണ്ടിട്ടില്ല, നേരത്തെ കണ്ടിട്ടില്ല. ഈ പ്ലേ ബട്ടൺ നമ്മൾ സിൽവർ ആയാലും ഗോൾഡ് ആയാലും ഇതാണ് ആദ്യമായിട്ട് കാണുന്നത്. വേറെ ഒരാളേല് നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല. നേരത്തെ കാണുന്നത് നമ്മളത് തന്നെയാണ്, അല്ലേ? ഏത് വീഡിയോ ആണ് കയറിയത്? ആദ്യം കയറിയത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി വീഡിയോ ആണ് കയറിയത്. നമ്മള് അടി കൂടുന്ന ഒരു വീഡിയോ. നമ്മള് യൂട്യൂബില് വലിയ വ്യൂ ഒന്നും ഇല്ലാതിരുന്ന ഒരു സമയത്ത് നമ്മളിത് നിർത്തിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ നമുക്കൊരു വീഡിയോ വൈറലാവുന്നത്. അപ്പൊ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെയാണ് നമ്മള് യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ട് കുറച്ചുകൂടെ കാര്യമായിട്ട് ഇട്ട് വീഡിയോ കയറാൻ തുടങ്ങി. പിന്നെ ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇങ്ങനെ വീഡിയോ ഇട്ട ആൾക്ക് ഇഷ്ടപ്പെടും. സോങ്സിൻ്റെതായാലും സോങ്സ് ഒക്കെ ഒരുപാട് കംപ്ലൈന്റ് പറയുന്നുണ്ട്. സ്ഥിരം നമ്മൾ ഒരു പാട്ടാണ് ഇടുന്നതെന്ന്. കാരണം അത് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ട് വീഡിയോ കയറാതിരിക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. അപ്പൊ എന്ന് വെച്ചാൽ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്സ് മാത്രമേ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ആൾക്കാർക്കും എനിക്ക് തോന്നുന്നു അങ്ങനെ ഇഷ്ടം തോന്നുന്നല്ലേ. കുറെ പേർക്ക് ആ പാട്ട് ഇഷ്ടമാണ്. കുറെ പേര് ഇങ്ങനെ നിങ്ങള് പാട്ട് മാറ്റി പിടിച്ചാൽ കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മാറ്റി പിടിച്ചിട്ടുണ്ടല്ലേ? മാറ്റി പിടിച്ചിട്ടുണ്ട്. പക്ഷെ അത് അത്രയും വ്യൂ കിട്ടത്തില്ല. അപ്പൊ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഒരുപാട് ഒരു ദിവസം രാവിലെ മുതലേ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അത് കയറാതിരിക്കുമ്പോ ഒരു വിഷമം. പിന്നീട് നമ്മൾ പിന്നെ ആ പാട്ട് മാറ്റി കേട്ട് കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ മ്യൂസിക് ചേഞ്ച് ചെയ്തപ്പോ ആ വീഡിയോ കയറിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത് ചില സോങ്സിന് മാത്രം കുറച്ച് ഇതുണ്ടെന്നുള്ളത്. ട്രെൻഡ് ആയിട്ട് മാറി മാറി ഒരു 4-5 പാട്ടാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ളത്. അതാണ് ഇപ്പൊ ഇട്ടോണ്ടിരിക്കുന്നത്. മാറ്റിയും തിരിച്ചു ഇട്ടിരിക്കുന്നത്. അവിടെ ഒരു അമ്പലത്തില് പ്രോഗ്രാം നടക്കുകയാണ്. അതാണ് പാട്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് മൈക്ക് വെച്ചിട്ടുണ്ട്, എന്നാലും വലിയ പാട്ടാണ് കേൾക്കുന്നത്. കോപ്പിറൈറ്റ് വരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോ എന്തായാലും ഇതിന് ഒരുപാട് നന്ദി. വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. നമ്മൾ ഇനി വലിയ വീഡിയോ ഉടനെ അടുത്തടുത്ത് ചെയ്യുന്നതാണ്. ഇതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാറ്. കാരണം പറയാൻ ഒരു ഐഡന്റിറ്റി നമ്മൾ ജുമാൻജീസിലെ പിള്ളേരാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാലം വെയിറ്റ് ചെയ്തത്. അപ്പൊ യൂട്യൂബ് നമ്മൾ അംഗീകരിച്ചിരിക്കുക. ഒരു ടിക്ക് മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിലല്ല, ചാനലിൽ ഒരു ടിക്ക് മാർക്കൊക്കെ കിട്ടി. അപ്പോൾ നമ്മള് നേരത്തെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ഇതാരാണ്, ഇവരാരാണ് എന്നൊക്കെ ഉള്ളൊരു ചോദ്യം വരും. അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോ 1 lakh സബ്സ്ക്രൈബർ നിങ്ങൾ അറിയാന്നുള്ള ഒരു 1 ലക്ഷം പേരെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ്
നമ്മള് വലിയ വീഡിയോസ് കുറെ കാലമായിട്ട് ഇടാതിരുന്നത്. ഷോർട്സ് ആണ് നമ്മൾ കൂടുതൽ ഇടുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് നമ്മൾ വലിയ വീഡിയോസ് ഇടും. നീ എന്തെങ്കിലും പറ. എല്ലാം പറഞ്ഞല്ലോ. ഞാൻ എല്ലാം പറഞ്ഞു. കല്യാണത്തിന് വന്നോലെ ഇപ്പൊ ഇത് പെണ്ണ് കാണാൻ വന്ന പോലെ ഇപ്പൊ ഇത് കുറെ ചോദിക്കുന്നുണ്ട് നമ്മള് ലവ് മാരേജ് ആണോ, ഇത് നിങ്ങളുടെ സിസ്റ്റർ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഇത് എന്റെ വൈഫാണ്, ഇതിന്റെ സ്വന്തം വൈഫാണ്. അപ്പൊ അതിനെ പറ്റിയൊക്കെ നമ്മൾ പിന്നെ പറയാം. ഇത് ജസ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ചെറിയൊരു കേക്ക് കട്ടിങ്ങും കൂടെ ഉണ്ട്, അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ. ബൈ ബൈ.